മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്രം തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ മേൽശാന്തി ടി പ്രസാദ് നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഭക്തർ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതാണ് മകരവിളക്ക് മഹോത്സവം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്ന് നട തുറക്കുന്നതോടെ ഇനി മകരവിളക്കിനായുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയാണ് സന്നിധാനത്തെ തയ്യാറെടുപ്പുകൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇനി 2 ആഴ്ച മാത്രമാണ് മകരവിളക്കിന് ശേഷിക്കുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് സന്നിധാനത്ത്. അതുകൊണ്ട് തന്നെ അതിന് തക്കവണ്ണം മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഇനി പൂർത്തിയാകുക. പ്രധാനമായിട്ടും ഇന്ന് നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ വൈകുന്നേരം 5 മണിയോടെ നട തുറക്കും. തുടർന്ന് ഇന്ന് ദർശനത്തിനുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ വിഷയത്തിൽ നാളെ രാവിലെ മുതൽ സാധാരണഗതിയിൽ തന്നെ ഉള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസിൻ്റെ പുതിയ ബാച്ച് ഇന്ന് ചാർജ് എടുക്കും. മകരവിളക്ക് തീർത്ഥാടനം ആ സമയത്തേക്ക് കൂടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ ബാച്ച് ഇന്ന് ഇവിടെ എത്തുന്നതോടെ കൂടുതൽ സുരക്ഷയ്ക്കും മറ്റ് സംവിധാനങ്ങൾക്കും കൂടുതൽ ഉദ്യോഗസ്ഥരും നിയോഗിക്കപ്പെടുന്നു. നമുക്കറിയാം, ഏറ്റവും അധികം തിരക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് ഈ ഒരു മകരവിളക്കിൻ്റെ സമയത്താണ്. അപ്പോൾ മകരവിളക്കിന് മുന്നേ തന്നെ ആളുകൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് കൂടുതൽ ഈ ദിവസങ്ങളിൽ, തിരക്കുള്ള ദിവസങ്ങളിൽ 30,000 50,000 ആയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കുള്ള ഒരു തീർത്ഥാടനകാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുക. ശരി അനുമോദ്, അപ്പോൾ എന്തായാലും ഒരു ഭക്തിസാന്ദ്രമായ വളരെ സുഖകരമായ ഒരു മകരവിളക്ക് തീർത്ഥാടനം അവിടെ എത്തുന്ന ഭക്തർക്കൊക്കെ ഉണ്ടാവട്ടെ, അനുമോദനുൾപ്പെടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ